മാംസാഹാരം കഴിക്കാത്തവർക്ക് പ്രോട്ടീൻ ലഭിക്കില്ല എന്നത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള ഒരുപാട് സസ്യഭക്ഷണങ്ങളിൽ മുട്ടയേക്കാൾ മികച്ച പ്രോട്ടീൻ ലഭിക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം സസ്യവിഭാഗത്തിലെ കംപ്ലീറ്റ് പ്രോട്ടീനുകളായ സോയാബീനും ക്വിനോവയുമാണ്. ശരീരത്തിന് ആവശ്യമായ എല്ലാ അമിനോ ആസിഡുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അടുത്തത് കോമ്പിനേഷൻ മീൽസ്. നമ്മുടെ നാടൻ ഭക്ഷണങ്ങളായ ചോറും പയറും, കഞ്ഞിയും പയറും, അപ്പവും കടലക്കറിയും, പുട്ടും കടലക്കറിയും ഇതൊക്കെ മികച്ച പ്രോട്ടീൻ ഭക്ഷണങ്ങളാണ്. ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും ചേർത്ത് കഴിക്കുമ്പോൾ അവ പരസ്പര പൂരകങ്ങളാവുകയും മികച്ച രീതിയിൽ പ്രോട്ടീൻ ലഭ്യമാവുകയും ചെയ്യുന്നു. അടുത്തത് വെജിറ്റേറിയൻകാരുടെ പ്രിയപ്പെട്ട ഭക്ഷണമായ പനീറാണ്. പനീരിൽ ഉയർന്ന അളവിൽ കാൽഷ്യവും പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് മസിൽ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച ചോയ്സാണ്. നിത്യേന നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന മികച്ച പ്രോട്ടീൻ സ്രോതസ്സുകളാണ് കടല, പയറ്, അതുപോലുള്ള ധാന്യങ്ങൾ. ജിമ്മിൽ പോകുന്നവർക്കും വർക്കൗട്ട് ചെയ്യുന്നവർക്കും പ്രോട്ടീൻ ഷേക്കുകൾക്ക് പകരം മുളപ്പിച്ച പയറും കടലയും ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ മികച്ച അളവിൽ പ്രോട്ടീൻ അതിൽ നിന്ന് ലഭിക്കും. അതുപോലെ ഈവനിങ് സ്നാക്സിന് പകരം നട്ട്സും സീഡ്സും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതിൽ നിന്നും മികച്ച അളവിൽ പ്രോട്ടീൻ ലഭിക്കും. ബദാം, നിലക്കടല, വാൽനട്ട്, പംകിൻ സീഡ്സ്, സൺഫ്ലവർ സീഡ്സ് ഇതൊക്കെ പ്രോട്ടീന്റെ മികച്ച കലവറയാണ്.